അവിടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ചെക്കൻ പെണ്ണിന്റെ വീട്ടിലും പെണ്ണ് ചെക്കൻ്റെ വീട്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെക്കന് ഒറ്റക്കാണല്ലോ, ചെക്കൻ ബോറടിക്കുമല്ലോ. അപ്പോൾ ചെക്കന് ഫസ്റ്റ് നൈറ്റിന് കൂട്ടായിട്ട് നമ്മളെക്കാരും പോകും. ഞങ്ങൾ പാ എന്ന അക്ഷരത്തിന് പകരം പാ യൂസ് ചെയ്യും. ഇപ്പൊ പാല് പാല്, പോയിക്കോ പോയിക്കോ, പുല്ല് പുല്ല്, ചായ ഷായ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. അപ്പൊ ഈ പട്ടിക്ക് എങ്ങനെയാ? പട്ടി ലക്ഷദ്വീപിൽ ബാറില്ല, എന്നിരുന്നാലും 2 ദ്വീപിലും ബാറുണ്ട്. പക്ഷെ ആ ബാറിന് ഒരു പ്രത്യേകത ഉണ്ട്. ബംഗാരം ഐലൻഡിലെ ആ ബാറിൽ മാത്രം ഇരുന്ന് കുടിക്കാൻ പാടുള്ളൂ, മദ്യപിക്കാൻ പാടുള്ളൂ. അതിന്റെ പുറത്തൊന്നും നിരോധിത മേഖലയാണ്. റീസെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ബാറുണ്ട്. ആ ബാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പീസാണ്. സമാധാനത്തിലിരിക്കാൻ പറ്റും. ഇപ്പൊ ബീച്ചിലാണെങ്കിൽ പോലും ഏത് പാതിരാത്രി നിങ്ങൾക്ക് അവിടെ ബീച്ചിൽ പോയി ഇരിക്കാം. പട്ടിയില്ല, പാമ്പില്ല. നമ്മളിപ്പോ ബീച്ചിലിരുന്നാൽ തന്നെ ആരും വന്ന് ചോദ്യം പോലും ചെയ്യല്ല, നിങ്ങൾ ഇവിടെ എന്തിനായിരിക്കുന്നെന്ന്. ഒരു ദ്വീപ് എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സുഹലിയാണ്. അത് ഒരു ജനവാസമില്ലാത്ത ദ്വീപാണ്. അവിടെ നെറ്റ്വർക്ക് ഇല്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഒരു ലെഷർ ട്രിപ്പിനൊക്കെ ആ ദ്വീപിൽ പോകാറുണ്ട്. എന്റെ ദ്വീപിൽ നിന്ന് ഒരു 4 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്താൽ അവിടെ എത്താൻ പറ്റും. അവിടെ ആകെ 2 പോലീസുകാർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഏറ്റവും ചെറിയ ദ്വീപ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ബിത്ര. അവിടെ ആകെ ഒരു 200-ൽ താഴെ ജനവാസമുള്ളൂ. 1/2 കിലോമീറ്ററേ ഉള്ളൂ ദ്വീപ്. നമ്മളിപ്പോ ഇത്രയും ഒരു 10 മിനിറ്റ് സംസാരിച്ച് നടക്കുമ്പോഴത്തേക്ക് ദ്വീപ് കംപ്ലീറ്റ് ആവും. അവിടെ ഒരൊറ്റ ഷോപ്പ് ഉണ്ട്, ഒരൊറ്റ ക്ലിനിക്ക് പോലത്തെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് സെന്റർ കേട്ടോ, ഹെൽത്ത് സെന്റർ അല്ല. പിന്നെ ഒരൊറ്റ പോലീസുകാരനുണ്ട്. പിന്നെ ഒരു ചെറിയ സ്കൂളുണ്ട്, 6-ാം ക്ലാസ് വരെയുള്ള 7-ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്. ഒരു ഹോട്ടലുണ്ട്. അപ്പൊ എങ്ങനെയാ സൈക്കിൾ നടക്കുക? എല്ലാവരും നടക്കാണ്, സൈക്കിളൊന്നും ഇല്ല. സൈക്കിളൊക്കെ അവിടെ കാണുന്നത് ഭയങ്കര കൗതുകമാണ് അവിടുത്തെ ആൾക്കാർ. സിനിമ കാണണമെങ്കിൽ നമ്മള് കൊച്ചിയിലേക്ക് കയറി വരണം. അവിടെ തിയേറ്റർ ഇല്ല. അപ്പൊ നമുക്കിപ്പോ പെട്ടെന്ന് ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് മൂന്നാർ പോകണമെന്ന് തോന്നി എനിക്ക് ഇന്ന് പോകാൻ പറ്റും. പക്ഷെ അവിടെ ഇരുന്നിട്ട് എനിക്ക് മൂന്നാർ പോകണമെന്ന് വിചാരിച്ചാലും എത്ര കയ്യിൽ പൈസ ഉണ്ടായാൽ പോലും പോകാൻ പറ്റില്ല. ഓരോ വില്ലേജിനും ഓരോ മൂപ്പന്മാരുണ്ടാവും. ആ മൂപ്പന്മാരാണ് ആ വില്ലേജിലെ കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മിനിക്കോയിലാണ് കുറച്ചുകൂടി. മിനിക്കോ ദ്വീപിൽ മാത്രം. അവിടെ മോദിജി വന്നിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ. അതിൽ കൗതുകം തോന്നിയ ഒരു കാര്യം, കുറെ വർഷങ്ങൾക്ക് ശേഷം ലക്ഷദ്വീപിൽ ഒരു പട്ടി വന്നു എന്നുള്ളതാണ്. ഞാൻ പട്ടിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം ലക്ഷദ്വീപ് കണ്ട പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടി താമസിക്കുന്ന സ്ഥലത്ത് പട്ടിയെ കാണാൻ ആൾക്കാർ പോകുന്നു, പട്ടീൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്നു. കാരണം എല്ലാം ഒരു കൗതുകമാണല്ലോ. നമ്മുടെ നാട് എപ്പോഴും ഒരു ഒരു കെപ്റ്റ് സീക്രട്ട് ആണ്. കാട്ടൻകോരിയോ? ചേട്ടന് കാവനി പെട്ടെന്നുണ്ടോ? കാവനി കഴിഞ്ഞതാണ്. കാവനിക്ക് താല്പര്യമുണ്ടോ? ചിക്കുനെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. താല്പര്യം? കോഴിക്ക് ഇങ്ങനെ ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മീ വിജയ് ചിക്കു. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. വെറും വ്ളോഗറല്ല, ലക്ഷദ്വീപ് വ്ളോഗറാണ്. ലക്ഷദ്വീപിലെ കാഴ്ചകളും വിശേഷങ്ങളും ഓരോന്നായി നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപ് വ്ളോഗർ സ്വാതിക്കാണ്. സ്വാഗതം. താങ്ക് യു. ഹെന്നെ ഉണ്ട്, ഹാലി സുഖുണ്ടോ? അങ്ങനെ തന്നെയാണോ പ്രോപ്പർ? എന്നെ ഉണ്ട് ഹാലെന്നല്ല, എന്നെ ഉണ്ട് ഹാല്. എന്നെ ഉണ്ട് ഹാല്, സുഖുണ്ടോ? സുഖം. എന്നെ ഉണ്ട് ഹാൽ, സുഖമുണ്ടാ. ഓക്കെ. ഇപ്പൊ ലക്ഷദ്വീപിന്റെ ഓരോ വീഡിയോ, ഇപ്പൊ നമുക്ക് ചുറ്റും ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ട്രാവൽ വ്ളോഗിങ് കാണിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷദ്വീപ് വ്ളോഗിങ് വരുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പൊ ഈ ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ ലക്ഷദ്വീപിൽ പോകണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ ആയിരിക്കും കേട്ടോ. എങ്കിലും ആദ്യം ചോദിക്കാം, സാദിഖിനെ കുറിച്ച് ചോദിക്കാം. സാദിഖ് ലക്ഷദ്വീപിൽ ജനിച്ചു വളർന്ന ഒരാളാണോ, അതോ ലക്ഷദ്വീപിൽ പോയി വ്ളോഗ് ചെയ്യുന്ന ആളാണോ? കാരണം ഒരു Q&A പോലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും ലക്ഷദ്വീപിൽ ജനിച്ചു വളർന്ന ഒരാളാണോ? ലക്ഷദ്വീപിൽ ജനിച്ച് ലക്ഷദ്വീപുകാരനായിട്ട് ലക്ഷദ്വീപിൽ ജനിച്ച് ലക്ഷദ്വീപുകാരനാണ്. ഒരു 916 ലക്ഷദ്വീപുകാരനാണ്. ലക്ഷദ്വീപിലെ കാര്യങ്ങളാണല്ലോ അവിടുത്തെ കല്യാണം. എങ്ങനെ ലക്ഷദ്വീപിൽ പോവാ? ഏറ്റവും കൂടുതൽ ആളുകളെ നമ്മളിപ്പോ ലക്ഷദ്വീപിലെ ആളുകളെ നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് വിസിറ്റ് പെർമിറ്റിനെ കുറിച്ചാണ്. കാരണം എങ്ങനെ നമുക്ക് പോവാം, നമ്മളെ കൊണ്ടുപോകുന്നൊക്കെ ആയിരിക്കും. ഒരു ബ്ലോഗർ എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടാവില്ല? തീർച്ചയായിട്ടും. നമുക്കിപ്പോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ലക്ഷദ്വീപിലേക്ക് എങ്ങനെയാ വരിക, ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് എങ്ങനെയാണ്, ഇതിനെ കുറിച്ചാണ് എല്ലാവരും ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളത്. അപ്പോൾ നോർമലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ലല്ലോ ലക്ഷദ്വീപ്. ഇപ്പോൾ നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെയും പോകാൻ പറ്റും. പക്ഷെ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, പെട്ടെന്ന് വന്ന് എത്താൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. എങ്ങനെയൊക്കെ നമുക്ക് ലക്ഷദ്വീപിൽ വരാൻ വേണ്ടി പറ്റും? ഇപ്പൊ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ലക്ഷദ്വീപിലേക്ക് വരാൻ? പെർമിറ്റ് ആണ്, അല്ലെങ്കിൽ പാക്കേജസ് എടുത്ത് വരാൻ പറ്റും. ഇപ്പോൾ കുറെ ടീം പാക്കേജസ് ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് എന്തായാലും പാക്കേജ് എടുക്കുകയാണെങ്കിലും ഒരാൾക്ക് ലക്ഷദ്വീപിൽ വരണമെങ്കിൽ പെർമിറ്റ് മസ്റ്റാണ്. അല്ലാതെ ഇപ്പൊ പറഞ്ഞ വർക്ക് പെർമിറ്റ്, അല്ലാതെ ഈ പറഞ്ഞ പാക്കേജ് പെർമിറ്റ് പല രീതിയിലുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഈ വർക്ക് പെർമിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ പിന്നെ ഈ സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ട്. അപ്പൊ ഏറ്റവും ഒരു പോപ്പുലർ ആയിട്ടുള്ളത് ഈ ഫ്രണ്ട്സ് എന്ന രീതിയിൽ നമ്മൾ പെർമിറ്റ് എടുത്ത് വരുന്ന ഒരു പരിപാടിയാണ്. അതായത് ഇപ്പോൾ ചിക്കു ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് ചിക്കുവിനെ സ്പോൺസർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു PCC എടുത്ത് തന്നാൽ മതി.
ഞാൻ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്യിക്കണം. ഏത് ദ്വീപിലെ ഒരു എന്താ പറയുക അവിടുത്തെ ഒരു DC ഉണ്ട്. DC എന്ന് പറയുന്ന ഒരു ഓഫീസറുണ്ട്, ഡിസ്ട്രിക്ട് കളക്ടറുടെ മുമ്പിൽ ചെന്നിട്ട് ഇയാൾ എൻ്റെ ഫ്രണ്ട് ചിക്കു എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്യിക്കണം. ആ ഫോം ഞാൻ തിരിച്ചയച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓൺലൈൻ പ്രൊസീജിയേഴ്സ് ആണ്. ഓൺലൈൻ ത്രൂ നമുക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ എങ്ങനെ ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലേക്ക് വരാം, ഏകദേശം എത്ര എമൗണ്ട് വരും ലക്ഷദ്വീപിലേക്ക് ഒരു ആഴ്ച നമുക്ക് സ്പെൻഡ് ചെയ്യാൻ? ആക്ച്വലി ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറേ ദ്വീപുകളുണ്ടല്ലോ. അതിലിപ്പോ നിങ്ങൾ ഡിപ്പെൻസ് നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെയാണ് അത് ഡിപ്പെൻസ് ആയിരിക്കും നിങ്ങളുടെ ചെലവ്. ഈ ചേട്ടനിപ്പോ ഏത് ഞാൻ കവരത്തിയ. ലക്ഷദ്വീപിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? മസ്റ്റ് ആയിട്ട് ലക്ഷദ്വീപിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സാധനം എന്ന് പറയുന്നത് പീസാണ്. സമാധാനത്തിലിരിക്കാൻ പറ്റും. ഇപ്പോൾ ബീച്ചിലാണെങ്കിൽ പോലും ഏത് പാതിരാത്രി നിങ്ങൾക്ക് അവിടെ ബീച്ചിൽ പോയിരിക്കാം. പട്ടിയില്ല, പാമ്പില്ല, അങ്ങനത്തെ ശല്യം ചെയ്യുന്ന ഒരു പരിപാടിയും ഇല്ല. നമ്മളിപ്പോൾ ബീച്ചിലിരുന്നാൽ തന്നെ ആരും വന്ന് ചോദ്യം പോലും ചെയ്യില്ല നിങ്ങളിവിടെ എന്തിനായിരിക്കുന്നെന്ന്. ഈവൻ കിടന്നുറങ്ങുക വരെയും ചെയ്യാം ബീച്ചിൽ. എപ്പോഴും ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ടിക്കറ്റ് അവൈലബിലിറ്റി. ആക്ച്വലി ഇപ്പോൾ ഒരു ഷിപ്പേ ഉള്ളൂ. നമുക്ക് കുറേ 5-6 ഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഒരു ഷിപ്പ് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അത് തന്നെ ആഴ്ചയിൽ ഒറ്റത്തവണ ഏതെങ്കിലും ഒരു ദ്വീപിലെത്തിയാൽ ആയി. അതായത് ഈ 10 ദ്വീപിനെ കണക്ട് ചെയ്യുന്ന, കൊച്ചിയായിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഷിപ്പിനാണ് ഇപ്പം നിലവിൽ ഒറ്റ ഷിപ്പേ ഉള്ളൂ. 5-6 ഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിലവിൽ കുറച്ച് കാലമായിട്ട് ഒറ്റ ഷിപ്പാണ് സർവീസ് നടത്തുന്നത്. ഇപ്പം എപ്പോഴും നമ്മൾ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലക്ഷദ്വീപ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ലക്ഷദ്വീപ് അനുഭവിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? കാരണം ഇപ്പൊ അവിടെ കറണ്ട് വന്ന് നെറ്റിന്റെയും കറണ്ടിന്റെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ലക്ഷദ്വീപ് അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പുറംലോകം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ലക്ഷദ്വീപ് അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ നേരത്തെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നെറ്റ്വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല. ഞാനൊക്കെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത കാലത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തെങ്ങിന്റെ മുകളിലൊക്കെ ഫോൺ വെച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയിട്ട്. തെങ്ങിന്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്ക് അത് എററായിട്ടുണ്ടാവും. പിന്നെ വീണ്ടും ട്രൈ ചെയ്യും. പിന്നെ അതുപോലെ PUBG കളിക്കാൻ വേണ്ടി ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറുന്ന കുട്ടികളുണ്ട് അങ്ങനെ. പക്ഷെ ഇപ്പൊ നെറ്റ്വർക്കൊക്കെ അടിപൊളിയായിട്ടോ. ഇപ്പോൾ ഈ ഫൈബർ ഒപ്റ്റിക്സ് വന്നതിന് ശേഷം നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് അടിപൊളിയായി. ഇവിടത്തെക്കാളും അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ട് ഇപ്പോൾ നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ വ്ളോഗിങ് കാര്യങ്ങളും കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്നത്. ആ നെറ്റ്വർക്കിന്റെ ഒരു അവൈലബിലിറ്റി ഫാസ്റ്റ് കാരണം. പിന്നെ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സീരിയസ് കേസ് ആണെങ്കിൽ നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരും. കൊച്ചിയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരും. കൊച്ചിയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 6 മണി ഒരു എയർ ആംബുലൻസ് ഉണ്ട്. ആ എയർ ആംബുലൻസ് 6 മണിക്ക് ശേഷം നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. നൈറ്റ് ലാൻഡിങ് ഫെസിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ 6 മണിക്ക് ശേഷമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ വരുന്നതെങ്കിൽ സംഭവിക്കുന്നതെങ്കിൽ നേരം വെളുക്കുന്നവരെ അയാൾ അവിടെ കിടക്കണം. ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു ജീവനോട് മല്ലിട്ട് കിടക്കേണ്ടി വരും അവിടെ. വേറൊരു മാർഗ്ഗവും ഇല്ല. കൊച്ചിയിലേക്ക് എത്താനുള്ള പെട്ടെന്നുള്ള ഒരു മാർഗ്ഗം. കൊച്ചിയിലേക്ക് എത്താൻ ഹെലികോപ്റ്റർ ഉണ്ട്. ഹെലികോപ്റ്റർ 6 മണിക്ക് ശേഷം ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഡൗട്ടാണ്, ഇപ്പം ഒരു ക്ലിനിക് ഉണ്ടല്ലോ അവിടെ, ഹോസ്പിറ്റൽ, ചെറിയ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും വലിയ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഉള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിലേക്ക് വരാൻ? ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആക്ച്വലി ഞാൻ 10 ദ്വീപുണ്ടെന്ന് പറഞ്ഞല്ലോ. 10 ദ്വീപിൽ 2 ദ്വീപിലാണ് മെയിനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസ് എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഹെൽത്ത് സെന്ററുകളാണ്, ഹെൽത്ത് സെന്റേഴ്സാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ഉള്ളത് കവർത്തിയിലും അഗത്തിയിലുമാണ്. കവർത്തിയിൽ അത്യാവശ്യം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ബാക്കിയുള്ള ദ്വീപിൽ നിന്ന് എന്തെങ്കിലും സീരിയസ് കേസസും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഡെലിവറി തന്നെ കേസസ് വരെ സീരിയസ് ആവുകയാണെങ്കിൽ അവർ കവർത്തിയിൽ വരാ ചെയ്യാം. വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വ്ളോഗിങ് തുടങ്ങുന്ന യൂട്യൂബ് ചാനൽ റവന്യൂ അല്ലാതെ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? നമ്മുടെ നാടിനെ കുറിച്ച് ആളുകൾ അറിയണം. അപ്പോൾ വ്ളോഗിങ് ആക്ച്വലി എൻ്റെ ഒരു സൈഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു ഫുൾ ടൈം വ്ളോഗർ എന്നതിലുപരി ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്താണ് ചെയ്യുന്നത്? സ്കൂൾ വർക്ക് ചെയ്യുക, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുക. ഓക്കെ. ഇപ്പൊ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വ്ളോഗ് ഉണ്ട് കുട്ടികളൊക്കെ പറയോ? ഓ തീർച്ചയായിട്ടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ ഞങ്ങൾ വീഡിയോ എടുക്കുക, വ്ളോഗ് എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോഴും അങ്ങനെ ഭയങ്കര കുട്ടികൾക്ക് ഭയങ്കര രസമാണ്. അത് അധ്യാപകനാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ, പറഞ്ഞു കേട്ടിട്ടില്ല. നമുക്കിപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരാൻ കുറേ കാര്യങ്ങൾ ചെയ്യണം. അത്ര പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല ലക്ഷദ്വീപ്. അതേപോലെ ഈ 10 ദ്വീപുകൾക്ക് ഡൗട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മറ്റു ദ്വീപുകളിലേക്ക് സഞ്ചരിക്കാൻ കണക്ടിവിറ്റി ഇന്റർലൈൻ കണക്ടിവിറ്റി അല്ലേ? കണക്ടിവിറ്റി ഉണ്ട്. കണക്ടിവിറ്റിക്ക് വെസൽ സർവീസ് ആണ്. അതായത് ഫെറി പോലെ ഒരു വെസൽ ഉണ്ടാവും. ഒരു 5-6 വെസൽ ഉണ്ട്. അത് ഹോൾട്ട് ചെയ്യുന്നത് മെയിൻലി കവരത്തി ഐലൻഡിലാണ്. അപ്പോൾ കവരത്തി ഐലൻഡിൽ നിന്ന് ഡെയിലി ഓരോ ഐലൻഡിലേക്കും സർവീസ് ഉണ്ടാവും. ഇത് തന്നെ മെയിൻ നല്ല സീസണിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ മൺസൂൺ സീസൺ ആകുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. വെള്ളം കയറുന്നതല്ല, മൺസൂൺ സീസൺ ആകുമ്പോൾ സർവീസ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഒരു വ്ളോഗറും കൂടിയാണല്ലോ, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഈ 10 ദ്വീപും
പോയിട്ടുണ്ട്. ഈ 10 ദ്വീപിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദ്വീപ് ഏതാ? സ്വന്തം സ്ഥലം അല്ലാണ്ട്. അല്ല, 10 ദ്വീപിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഏതെങ്കിലും ഒരു ദ്വീപ് പറഞ്ഞാൽ ഒരു ദ്വീപ് ആർക്കും ഇഷ്ടപ്പെടില്ല. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദ്വീപ് എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് സുഹലിയാണ്. അവിടെ എന്തൊക്കെയാ? അത് ഒരു ജനവാസമില്ലാത്ത ദ്വീപാണ്. അവിടെ നെറ്റ്വർക്ക് ഇല്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഒരു ലെഷർ ട്രിപ്പിനൊക്കെ ആ ദ്വീപിൽ പോകാറുണ്ട്. എൻ്റെ ദ്വീപിൽ നിന്ന് ഒരു 4 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്താൽ അവിടെ എത്താൻ പറ്റും. അവിടെ ആകെ 2 പോലീസുകാർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഭയങ്കര ബ്യൂട്ടിയാണ്. ബ്യൂട്ടി എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു ഐലൻഡർ ആണല്ലോ, അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ വരെ ഒരു വൗ ഫാക്ടറുള്ള ഒരു ഐലൻഡാണ് സുഹലി. ഇപ്പം അവിടുത്തെ ബ്യൂട്ടിനെ കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടുത്തെ സംസാരിക്കണേ. ഈ ഇപ്പം ഏറ്റവും ചെറിയ ദ്വീപ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ചെറിയൊരു ദ്വീപുണ്ട്, അവിടെ വളരെ കുറഞ്ഞൊരു നമ്പറിൽ ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. ആ ദ്വീപിൽ പോയിട്ടില്ലേ? ബിത്ര. എങ്ങനെയായിരുന്നു? ഭയങ്കര ഒരു രസമുള്ള പരിപാടിയാണ് അവിടുത്തെ. അവിടെ ആകെ ഒരു 200-ൽ താഴെ ജനവാസമുള്ളൂ, 1/2 കിലോമീറ്ററേ ഉള്ളൂ ദ്വീപ്. നമ്മളിപ്പോ ഇത്രയും ഒരു 10 മിനിറ്റ് സംസാരിച്ച് നടക്കുമ്പോഴത്തേക്ക് ദ്വീപ് കംപ്ലീറ്റ് ആവും. അവിടെ ഒരൊറ്റ ഷോപ്പ് ഉണ്ട്, ഒരൊറ്റ ക്ലിനിക്ക് പോലത്തെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് സെന്റർ കേട്ടോ, ഹെൽത്ത് സെന്റർ അല്ല. പിന്നെ ഒരൊറ്റ പോലീസുകാരനുണ്ട്. പിന്നെ ഒരു ചെറിയ സ്കൂളുണ്ട്, 6ാം ക്ലാസ് വരെയുള്ള 7ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്. ഒരു ഹോട്ടലുണ്ട്. അങ്ങനത്തെ കുറെ ആ ഒരു 1/2 കിലോമീറ്ററിനകത്താണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഭയങ്കര രസമാണ് അവിടുത്തെ കാര്യങ്ങളും മീൻസ് പരിപാടികളൊക്കെ. അവിടെ പോയി കഴിഞ്ഞാൽ ആരായാലും മീൻ പിടിക്കാൻ പഠിച്ചു. ഏത് സർക്കാർ ഉദ്യോഗസ്ഥനായാലും അവിടെ പോയാൽ മീൻ പിടിക്കാൻ പഠിക്കും. കാരണം വേറെ പണിയില്ലല്ലോ. 1/2 കിലോമീറ്റർ നടക്കാനില്ല, പുറപ്പെടാനും ഇല്ല, പിന്നെ ഒരൊറ്റ വണ്ടി പോലും ഇല്ല. അപ്പൊ എങ്ങനെയാ സൈക്കിൾ നടക്കുക? എല്ലാവരും നടക്കാണ്. സൈക്കിളൊന്നും ഇല്ല. സൈക്കിളൊക്കെ അവിടെ കാണുന്നത് ഭയങ്കര കൗതുകമാണ് അവിടുത്തെ ആൾക്കാർ. സൈക്കിളൊക്കെ ഭയങ്കര റയറായിട്ട് ആൾക്കാർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1/2 കിലോമീറ്ററേ ഉള്ളൂ, എല്ലാം ആക്സസിബിൾ ആണ്. അങ്ങോട്ട് കൊണ്ട് നടക്കാൻ 2 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് നാട് തീരും. അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ അറിയാത്ത കുറേ സവിശേഷത. ഇപ്പൊ കല്യാണത്തിൽ തന്നെ ഇപ്പൊ ഞാനൊരു മലബാറുകാരൻ, ഞങ്ങളുടെ കണ്ണൂരിലൊക്കെ മുസ്ലിം ഫാമിലിയില് വൈഫിന്റെ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു പോവാ. ലക്ഷദ്വീപിൽ എങ്ങനെ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ കാര്യങ്ങൾ ലക്ഷദ്വീപ് ഫോളോ ചെയ്യുന്നുണ്ടോ കല്യാണത്തിൽ? ലക്ഷദ്വീപില് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടികളേ ഉള്ളൂ. അവിടുത്തെ കാര്യങ്ങളൊക്കെ കൗതുകങ്ങളാണ്. കല്യാണത്തിന്റെ കാര്യം പറയേ വേണ്ട. അതായത് കുറെ ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. കല്യാണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ കുറെ ഉണ്ട്. അതിലൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ ഫഗൽ വിളി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഫഗൽ വിളിയല്ല, ഞങ്ങൾ വായ്ക്ക് പകരം വിളി. അപ്പോൾ ഫഗൽ വിളി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ രാത്രി പോയി പെണ്ണിന്റെ വീട്ടിലാണല്ലോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ രാത്രി പോയി കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് എണീറ്റ് പൊക്കോണോ, തിരിച്ച് വീട്ടിലേക്ക് പൊക്കോണം. അതാ നേരം വെളുത്ത് ഒരു 7 മണിയൊക്കെ ആയി പുറത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടുള്ള പരിപാടിയാണ്. അല്ലല്ല, അങ്ങനൊന്നുമില്ല. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി പൊക്കോണം വീട്ടിൽ നിന്ന്. ഒരു 2-3 ദിവസത്തേക്ക് ഇതാ പരിപാടി. നേരം വെളുക്കാൻ പാടില്ല, നമ്മളാരും കാണാൻ പാടില്ല. ആ വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടുള്ള പരിപാടിയാണ്. അപ്പൊ അത് നമുക്ക് രാവിലെ ഭാര്യ വീട്ടിൽ പോകണമെങ്കിൽ ഫഗൽ വിളി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭാര്യ വീട്ടിൽ പോകാൻ പറ്റും. രാവിലെ മീൻസ് നേരം വെളുത്ത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. അതൊരു ഡിപ്പെൻസ് ആണ്. ചിലർ 2 ദിവസം എടുക്കാറുണ്ട്, ചിലർ 3 ദിവസം എടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ. ചിലർ 4-5 ദിവസം എടുക്കാറുണ്ട്. അങ്ങനെ വേറൊരു പരിപാടി, വേറൊരു സ്ഥലത്തൊരു പരിപാടി എന്ന് വെച്ചാൽ അത് വേറെ ദ്വീപിലാട്ടോ. ഓരോ ദ്വീപിലും ഓരോ വ്യത്യസ്ത രീതിയിൽ ആചാരങ്ങളാണ്. ഇത് ഫഗൽ വിളി ഞങ്ങളുടെ നാട്ടിലുണ്ട്, കവർത്തിയിലുണ്ട്. പിന്നെ വേറൊരു നാട്ടിൽ അമ്മിനി ദ്വീപിലുള്ള ഒരു ആചാരം ഞാൻ പറഞ്ഞുതരാം. അതായത് അമ്മിനി. അവിടെ കല്യാണം നടന്നു കഴിഞ്ഞാല് ചെക്കൻ പെണ്ണിന്റെ വീട്ടിലും പെണ്ണ് ചെക്കന്റെ വീട്ടിലും ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാം. മാറി മാറി ഒറ്റയ്ക്ക്. ഞാനിപ്പോ പെണ്ണിന്റെ വീട്ടിൽ പോയി കിടക്കണം, പെണ്ണിന്റെ വീട്ടിൽ വന്ന് കിടക്കണം. ഓക്കെ. അപ്പൊ ഇപ്പൊ ചെക്കന് ഒറ്റക്കാണല്ലോ, ചെക്കൻ ബോറടിക്കുമല്ലോ. അപ്പൊ ചെക്കന് ഫസ്റ്റ് നൈറ്റിന് കൂട്ടായിട്ട് നമ്മളെക്കാരും പോകും. ഞാനൊക്കെ പോയിട്ടുണ്ട്, ചുമ്മാ ജസ്റ്റ് കമ്പനി വർത്താനം പറഞ്ഞു. അതും ഒരു 4-5 ദിവസത്തേക്കൊക്കെ അങ്ങനെയാണ്. ചിലർ 2 ദിവസം 3 ദിവസം 4 ദിവസം അങ്ങനെ. വേറെ ഇതുപോലെ കുറെ ആചാരങ്ങൾ. ഇപ്പം ഓരോ ദ്വീപിലും ഓരോ ആചാരങ്ങൾ. മിനിക്കോയിലാണെങ്കിൽ മിനിക്കോയ് എന്ന് പറയുന്ന ദ്വീപുണ്ട്. അവിടെ ഭയങ്കര ഫംഗ്ഷൻസ് ആണ് കല്യാണത്തിനോടനുബന്ധിച്ച്. അപ്പൊ ഞാൻ ഈ അടുത്ത് അവിടെ പോയ സമയത്ത് ഇതുപോലത്തെ കുറേ പരിപാടികൾ കാണാൻ പറ്റി. അതായത് നമ്മുടെ പെണ്ണിന്റെ വീട്ടിലാണല്ലോ എല്ലാം സെറ്റ് ചെയ്യാം. അപ്പൊ ആണുങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ സാധനം കൊണ്ടുപോവാ പെണ്ണിന്റെ വീട്ടിലേക്ക്. റൂം സെറ്റ് ചെയ്യാനുള്ള അലമാരയും ജനല നമ്മുടെ ഈ കർട്ടൻ ഇല്ലേ, കർട്ടൻ കൊണ്ടുപോകുന്നത് അവിടെ ഒരു ഫംഗ്ഷൻ ആണ്. കർട്ടൻ കൊണ്ടുപോയി റൂമിൽ ഫിറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഭയങ്കര ഒരു ഫംഗ്ഷൻ ആണ്.
അത് ആണിന്റെ വീട്ടിൽ നിന്ന് വണ്ടിയും പരിവാരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു മാസ് സീനിൽ പോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ പോയി കർട്ടൻ ഫിറ്റ് ചെയ്യും. കർട്ടൻ ഫിറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ അന്ന് ചായയും ഭയങ്കര ഗ്രാൻഡ് ടീ പാർട്ടിയാണ്. അതൊരു പരിപാടിയാണ്. വേറെ ഇതുപോലെ ഇപ്പൊ നമ്മുടെ ലക്ഷദ്വീപ് ഇപ്പൊ കൗതുകമാണ്, കാരണം ഇവിടെ അതൊന്നും ഇല്ലല്ലോ. വേറെ പശുവിനെ പോത്തിനെ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നേരത്തെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പെണ്ണിന്റെ വീട്ടുകാരും ആണിന്റെ വീട്ടുകാരും ഒരു പശുവിനെ പോത്തിനെ കല്യാണത്തിന് രണ്ടുപേരും വളർത്തും. രണ്ടുപേരും പരസ്പരം പറയില്ല ഏതാണെന്ന് ആർക്കും അറിയില്ല, ഏതാണ് പോത്തെന്ന് പശുവെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ഡേയിൽ ഇവര് പോത്തിനെ കൊണ്ടുവരും. പെണ്ണിന്റെ വീട്ടുകാരും ആണിന്റെ വീട്ടുകാരും കൊണ്ടുവരും പോത്തിനെ. കൊണ്ടുവന്നിട്ട് ഏറ്റവും ചെറിയ പോത്ത് ആരുടെയാണ്, ഇപ്പൊ പെണ്ണിന്റെ വീട്ടുകാരുടെ പോത്താണ് ചെറിയതെങ്കിൽ ആണിന്റെ വീട്ടുകാർ അവരെ കൂക്കി വിളിക്കും. ഇപ്പൊ പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിൽ നേരെ തിരിച്ചു ചെയ്യും. അതൊരു പരിപാടിയാണ് അവിടുത്തെ മിനിക്കോ ദ്വീപില്. കൊള്ളാം, എന്ത് രസകരമായിട്ടുള്ള ആചാരങ്ങളാണ്, മനോഹരമായ ആചാരങ്ങളല്ലേ. ഇപ്പൊ അവിടെ ജനിച്ചു വരുന്ന ആളുകൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ മിസ് ചെയ്യാറുണ്ടോ? അതായത് ഇപ്പൊ കുട്ടികളായി ജനിച്ച ഒരു ടീനേജ് പ്രായത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമകൾ കാണാൻ എങ്ങനെയാ നിങ്ങൾ സിനിമയായിട്ട് കണക്ട് ആവുന്നത് എങ്ങനെയാ? സിനിമ കാണണമെങ്കിൽ നമ്മള് കൊച്ചിയിലേക്ക് കയറി വരണം. അവിടെ തിയേറ്റർ ഇല്ല, നമുക്ക് OTT മാത്രമേ ഉള്ളൂ. OTT സിനിമ അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു സിനിമ കാണണമെങ്കിൽ ഞാൻ കൊച്ചിയിലേക്ക് കയറി വരേണ്ടി വരും. ആക്ച്വലി ഞാനിപ്പോ അങ്ങനെ ഒരു രീതിയിൽ വന്നതാണ്. ഇന്ന് രാവിലെ ഒരു സിനിമ ആണ്, ഇത് സിനിമ വന്നതാ, എമ്പുരാൻ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഓൾറെഡി നിങ്ങൾ പ്ലാൻ ചെയ്യില്ല, ഇന്ന് സിനിമ റിലീസിന് ഒരുങ്ങുന്നു. ഭയങ്കര ഹൈപ്പൊക്കെ ഉള്ള സിനിമയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും, അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യും, വിട്ടാലോ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യും. അങ്ങനെയൊക്കെ ഭയങ്കര ഹൈപ്പുള്ള സിനിമകൾ കാണാൻ വേണ്ടി വരാറുണ്ട്. അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ലക്ഷദ്വീപില്? ചിലപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അതില്ലല്ലോ. ലക്ഷദ്വീപിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പക്ഷെ നമുക്കിഷ്ടമാട്ടോ ലക്ഷദ്വീപ്. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ മൈൻഡ് വരുമല്ലോ, ഒന്ന് ഫ്രീ ആവാൻ മൈൻഡ് വരുമ്പോൾ നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ ആറ്റത്ത് കടല്, ഇങ്ങോട്ട് ഓടിയാൽ ഇവിടെ കടല്, എവിടെ പോയാലും കടലേ ഉള്ളൂ. അപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് മൂന്നാർ പോകണമെന്ന് തോന്നി എനിക്കിന്ന് പോകാൻ പറ്റും. പക്ഷെ അവിടെ ഇരുന്നിട്ട് എനിക്ക് മൂന്നാർ പോകണമെന്ന് വിചാരിച്ചാലും എത്ര കയ്യിൽ പൈസ ഉണ്ടായാൽ പോലും പോകാൻ പറ്റില്ല. അതിന് ഷിപ്പ് ഷെഡ്യൂൾ നോക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് നോക്കണം. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് ചെറിയൊരു കണക്ടിവിറ്റി എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അവിടെ മോദിജി വന്നിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ. ഇപ്പം അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെ സുരക്ഷാ കാര്യങ്ങളാണ്? മോദി വന്നപ്പോൾ കുറേ മോദി വന്നപ്പോൾ കുറേ സുരക്ഷയുടെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് അതിൽ കൗതുകം തോന്നിയ ഒരു കാര്യം, കുറേ വർഷങ്ങൾക്ക് ശേഷം ലക്ഷദ്വീപിൽ ഒരു പട്ടി വന്നു എന്നുള്ളതാണ്. പോലീസിന് പട്ടി വന്നു. അപ്പൊ പട്ടിയെ കാണുന്നതിന് ആൾക്കാർക്ക് ഭയങ്കര കൗതുകമാണ്. ഒരു പട്ടി, അയ്യോ പട്ടി. ഞാൻ പട്ടിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം, ലക്ഷദ്വീപ് കണ്ട പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പട്ടി താമസിക്കുന്ന സ്ഥലത്ത് പട്ടിയെ കാണാൻ ആൾക്കാർ പോകുന്നു, പട്ടീൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്നു. അല്ല, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഡോഗിനെ വളർത്തിക്കൂടെ? അങ്ങനെ വളർത്താൻ പാടില്ല. നമ്മുടെ ഒരു ഈ മുസ്ലിംസ് പൊതുവെ ഡോഗിനെ ഒരു ഹറാമായിട്ട് കാണുന്നത് കൊണ്ട് അവിടെ അങ്ങനെ വളർത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ മോദിജി വന്ന സമയത്ത് എവിടെയാണ് താമസിച്ചത്? നിങ്ങൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നറിയാം. എവിടെയായിരുന്നു അദ്ദേഹത്തിന് താമസം ഒരുക്കിയത്? മോദി വന്നപ്പോൾ താമസിച്ചത് ബംഗാരം ദ്വീപിലായിരുന്നു. ബംഗാരം ദ്വീപിലായിരുന്നു പുള്ളിയുടെ ഒൺ ഡേ സ്റ്റേ ചെയ്തത്. പിന്നെ കവർത്തിയിൽ വന്നിട്ട് ഒരു 4 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അതിനുശേഷം 2 മണിക്കൂറെന്ന് തോന്നുന്നു എനിക്ക് ചെലവഴിച്ചു, പുള്ളി പോയി. പക്ഷെ 2 മണിക്കൂറിന് ഞങ്ങൾ രണ്ട് മാസത്തോളം കഷ്ടപ്പെട്ടു. അവിടെ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പണിയായിരുന്നു, ഫുള്ള് പണിയായിരുന്നു. ഇപ്പൊ അവിടുത്തെ ജനങ്ങൾ പോയി കണ്ടോ? അദ്ദേഹം സംസാരിച്ചോ? എങ്ങനെയായിരുന്നു? ജനങ്ങൾ പോയി കണ്ടെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരൊക്കെ പോയി കണ്ടു. പിന്നെ സ്റ്റേജിൽ പുള്ളി സംസാരിച്ചിട്ട് പോയി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്കൊരു നമ്മുടെ നല്ല വരുവാണല്ലോ പ്രധാനമന്ത്രി, അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവല്ലോ. ക്യൂരിയോസിറ്റി പ്രധാനമന്ത്രി വന്നു, അതൊരു വന്നു പോയി. ഇപ്പോ ലക്ഷദ്വീപില് ഞങ്ങൾക്ക് അറിയാത്തൊരു സീക്രട്ട്, കാരണം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോ കുറച്ച് കാര്യങ്ങളെ ലക്ഷദ്വീപിനെ കുറിച്ച് കേൾക്കുന്നത്. ഇപ്പൊ സെർച്ച് ചെയ്താലും കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ. ഇത്ര ദ്വീപുകളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ജനവാസ യോഗ്യ ഇതാണ്, ഇവിടുത്തെ ജോലി ഇതാണ് ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കാറുള്ളൂ. നമ്മൾക്ക് അറിയാത്ത ലക്ഷദ്വീപിൽ ഒരു രഹസ്യം പറഞ്ഞു. ലക്ഷദ്വീപിൽ ബാറില്ല എന്നുള്ള കാര്യം അറിയാലോ? ബാറില്ല. ലക്ഷദ്വീപിൽ ബാറില്ല, എന്നിരുന്നാലും 2 ദ്വീപിലും ബാറുണ്ട്. പ്രോഹിബിറ്റാണ്. 2 ദ്വീപുകളിൽ ബാറുണ്ട്. പക്ഷെ ആ ബാറിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ ബാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ബംഗാരം ഐലൻഡിലെ ബാറിൽ ആ ബാറിൽ മാത്രം ഇരുന്ന് മദ്യപിക്കാൻ പാടുള്ളൂ. അതിന്റെ അതിന്റെ പുറത്തൊന്നും നിരോധിത മേഖലയാണ്. ബാറിനകത്ത് മാത്രമേ അലൗഡ് ഉള്ളൂ.
പിന്നെ കവരത്തിൽ വരാണെങ്കിൽ കവരത്തിലുണ്ട് കവരത്തിൽ ഇപ്പോൾ ജസ്റ്റ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ബാറുണ്ട്. ആ ബാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, മദ്യം കൊടുക്കുകയുള്ളൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ മാത്രം പോരാ. ഇപ്പോൾ ചിക്കു അവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാർഡ് തരും, പുറത്തുള്ള ആൾക്കാർക്ക് മാത്രം കാർഡ് തരും. ആ കാർഡ് കൊണ്ടുപോയി കാണിച്ചാൽ, ബാറിൽ കാണിച്ചാൽ അപ്പോൾ മാത്രമേ മദ്യം കിട്ടുകയുള്ളൂ. ഇപ്പൊ ഞാനൊരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് കാർഡ്, എനിക്ക് കാർഡൊന്നും കിട്ടില്ല. പുറമേ ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ഈ മദ്യപിക്കാനുള്ള കാർഡ് കിട്ടൂ. ഇങ്ങനത്തെ ഒരു ബാർ യുണീക്ക് ആയിട്ടുള്ള ഒരു ബാറാണ്. ലോകത്ത് എവിടെയും ഇങ്ങനത്തെ ഒരു ബാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങള് ലക്ഷദ്വീപുകാരാണ് എങ്കിലും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് എങ്കിലും ചില വാക്കുകൾ എപ്പോഴും മാറിയ പറയും. പാക്ക് വരെ ഫ, ചാക്ക് വരെ ഷാ, ഈ രണ്ടക്ഷരം നിങ്ങൾക്ക് വരില്ലേ? അല്ല, ഞങ്ങൾ ആക്ച്വലി മലയാളത്തിലല്ല കേട്ടോ സംസാരിക്കുക. അവിടുത്തെ ഒരു ലാംഗ്വേജ് ഉണ്ട്, മലയാളം പറയുന്നുണ്ട്. ഞാനിപ്പോ എന്റെ നാട്ടിൽ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് പോയി മലയാളം സംസാരിച്ച് ഞാനൊരു പരിഷ്കാരിയാവും. അത് ഭയങ്കര പരിഷ്കാരികളാണ് ആ രീതിയിലെന്നുള്ള നമ്മൾ സംസാരിക്കുക. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ മലയാളത്തിൽ തന്നെയാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പ എന്ന അക്ഷരത്തിന് പകരം ഫ യൂസ് ചെയ്യും. ഇപ്പൊ പാല്, ഫാല്, പിന്നെ പോയിക്കോ, ഫോയ്ക്കോ, പിന്നെ പുല്ല്, ഫുല്ല്, അങ്ങനത്തെ കുറെ, പിന്നെ ചായ, ഷായ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. അപ്പൊ ഈ പട്ടിക്ക് എങ്ങനെയാ പട്ടി? പട്ടി എന്ന് പറയില്ലല്ലോ അവിടെ, പട്ടി എന്നല്ലേ പറയാ? പട്ടി, പട്ടി. പായല്ല, പട്ടിയല്ലേ? 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 അത് നിങ്ങൾ തിരുത്താൻ നിൽക്കാറില്ല? ഇല്ല, നമ്മുടെ ഭാഷയാണല്ലോ അത്. തിരുത്താൻ നിൽക്കുന്നതിനാ നമ്മളെ ആക്ച്വലി നമ്മുടെ സ്ലാങ് ഭാഷ അത്. അപ്പൊ തിരുത്തുന്നതിനാ. ശരി. അപ്പൊ ചാക്ക് വരെ ഷാ. ഓക്കെ. ചാക്ക് എന്ന് പറയാ ഷാക്ക്. എങ്കിലും അവിടുത്തെ ഇപ്പൊ ഭാഷയെ കുറിച്ച് പറയുന്നുണ്ട്, അവിടുത്തെ ഒരു ഭാഷയിൽ എനിക്ക് രണ്ടു വാക്കൊന്നും സംസാരിക്കാമോ? അവിടുത്തെ ഒരു വാക്ക് പറ. ഒരു അവിടുത്തെ ഒരു ചിലപ്പോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു വാക്ക് പറ. ഇപ്പൊ ഞാൻ പറയാം കാട്ടൻകോരി. കാട്ടൻകോരിയോ? അതെന്താന്നറിയോ? ഞങ്ങളുടെ കണ്ണൂരിൽ കാട്ടൻകോരി. എന്തത്? അതുപോലെ ഞങ്ങൾ കാട്ടൻകോരി എന്ന് പറഞ്ഞാൽ നമ്മള് പേസ്റ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ സ്ഥലത്തിന് ഞങ്ങൾ കാട്ടൻകോരി. ഓക്കെ, നിങ്ങൾ അവിടെ വേറെ അർത്ഥമുണ്ടോ കാട്ടൻകോരി? ഓക്കെ, അതേപോലെ ഒരു വാക്ക് ഇങ്ങോട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് പറയണം. വിളക്ക്. വിളക്ക്, 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 വിളക്ക്. ആ വിളക്കിനായിരിക്കും വിളക്ക് എന്ന് പറയണത് അല്ലേ? സിമ്പിൾ ആണല്ലേ? കുറച്ച് ടഫ് ആണല്ലേ? ടഫ്. ഫെങ് ഒരു വാക്കായിട്ട് പറയോ? അപ്പൊ എനിക്ക് ഐഡന്റിഫൈ എളുപ്പമായി. ഫെങ്. എന്താ എങ്ങനെയാണ് ഫെങ് എന്ന് പറയണത്? ഒലക്കയുടെ മൂട്. അതാണ് അതിന്റെ അർത്ഥം. ഒലക്കയുടെ മൂട് വേറെ. ഫെങ് വെള്ളം. വെള്ളം. തണ്ണി. ഓ, ഞങ്ങള് തണ്ണി എന്ന് പറയാ. തണ്ണി. ഫെങ് കൊള്ളാട്ടോ, അത് ആദ്യമായിട്ട് കേൾക്കണേ. ഫെങ്. പിന്നെ കാവിനി. ഹെൽപ്പ് ചെയ്യാറെങ്കിലും. കാവിനി അല്ലേ? എന്തായിരിക്കും? ഭംഗിയുള്ള ഭഗവതി എന്നൊക്കെ പറയുന്നത്. എങ്ങനെ കിട്ടി കറക്റ്റ് ആയിട്ട്? ആണോ? അല്ല, കല്യാണത്തിന് കാവിനി. കുക്കുളു. കുളിക്കുന്നതിനാണ്? അല്ല, കോഴിക്ക് ഇങ്ങനെ പേര് കുക്കുളു. ഓക്കെ. വേറെ ചേട്ടന് കാവിനി പെട്ടെന്നുണ്ടോ? കാവിനി കഴിഞ്ഞതാണോ? കാവിനിക്ക് താല്പര്യമുണ്ടോ? കാവിനിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാവിനിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ കാവിനി നല്ലതാണ്. നിങ്ങളുടെ ഭാഷയിൽ തന്നെ മറുപടിയാണോ? ഞങ്ങളെ ഭാഷയിൽ പറയണോ? ഞങ്ങളെ ഭാഷയിൽ പറയണോ അതോ മിനിക്കുള്ള ഭാഷയിൽ പറയണോ? ഏതാ കുറച്ച് മനസ്സിലാവാത്ത ഭാഷ? മിനിക്കുള്ള ഭാഷ ഒട്ടും മനസ്സിലാവില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അറിയില്ല. എനിക്ക് ഒരു സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭാഷ അറിയില്ല. ഓക്കെ, ചേട്ടന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞോളൂ. അല്ല, ചിക്കുന് കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. താല്പര്യം? ഓക്കെ, അപ്പൊ ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ വ്ളോഗ് ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് എന്തായാലും ലക്ഷദ്വീപിലേക്ക് വരണം. എനിക്ക് ചേട്ടന്റെ വ്ളോഗ് കണ്ടിട്ടാണ് ലക്ഷദ്വീപിനെ കുറിച്ച് കുഴപ്പമുണ്ടാക്കില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം.